കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെയാണ് കേട്ടോ വീഡിയോ അവസാനിപ്പിച്ചത്. ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റായി, അപ്പോൾ കൂടുതൽ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഇനി അടുത്ത ദിവസം രാവിലെയുള്ള വിശേഷങ്ങൾ കാണാം. രാവിലെ എണീറ്റ് കാണുന്ന സീനാണ് കേട്ടോ ഇത്. ഒരു രക്ഷയില്ല. മാത്രമല്ല തണുപ്പും ഇന്നലത്തേനെക്കാട്ടി കൂടിയതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. രാത്രി 11 മണി കഴിഞ്ഞപ്പോൾ തണുപ്പ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ബ്ലാങ്കറ്റൊന്നും മതിയാവാതെ വന്നു ബെഡ്റൂമിൽ. നമ്മൾ അതിരാവിലെ തന്നെ ഫ്രഷപ്പൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടോ. നമ്മൾ ഇന്ന് നേരെ പോകുന്നത് കുഫ്രിയിലേക്കാണ്. ഷിംലയിൽ തന്നെയുള്ള മറ്റൊരു സ്ഥലമാണ് കുഫ്രി. കുറച്ചും കൂടി സ്നോയും അതുപോലെ തന്നെ സ്നോ ആക്ടിവിറ്റീസൊക്കെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കുറേ സ്നോ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. സോ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഒരു ട്രാവലർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലാണ് ഇന്ന് കുഫ്രിയിലേക്കുള്ള യാത്ര കേട്ടോ. ഷിംല വന്നത് മുതൽ നമ്മൾ അന്വേഷിക്കുന്നതാണ് സ്നോ. നമ്മൾ താമസിച്ച ഏരിയയിലൊന്നും സ്നോ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്നോ കാണുമ്പം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ട്. സ്നോൻ്റെ കൂട്ടത്തിൽ തന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് യാക്കിനെയും നേരിട്ട് കണ്ടു കേട്ടോ. അതും ഒരു വെറൈറ്റി അനുഭവമായിരുന്നു. നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഷിംലയിൽ നിന്ന് നാർക്കണ്ടയിലേക്കാണ്. നാർക്കണ്ട ഏകദേശം ഷിംലയിൽ നിന്ന് 62 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂർ യാത്ര. അത് അവിടെ ചെന്ന് തിരിച്ചു വരുമ്പോഴേക്ക് ലേറ്റ് ആവും എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഡ്രൈവർ സജസ്റ്റ് ചെയ്തതാണ് കുഫ്രി. നാർക്കണ്ടെ പോലെ തന്നെ സെയിം തന്നെയാണ് കുഫ്രി എന്ന് പറഞ്ഞിട്ട്. कौन सा अच्छा है, नारकंडा अच्छा है कुफरी? दोनों सेम है, बर्फ दोनों जगह मिलेगी, हर एक चीज सेम ही है, एक्टिविटी सेम ही है। यार अंदर कुफरी कट्टा करना नारकंडा मत ഈ സ്നോയിലുള്ള പല വീഡിയോസിലും യൂട്യൂബിൽ നമ്മൾ കാണാറുണ്ട്. ഈ വണ്ടി സ്റ്റക്കായി പോയതും പിന്നെ ബ്ലാക്ക് ഐസിൻ്റെ മുകളിൽ വണ്ടി പെട്ട് കഴിഞ്ഞാൽ പോകാൻ പറ്റാത്തതൊക്കെ അത് നമ്മൾ നേരിട്ട് അനുഭവിച്ചോട്ടോ ഇന്ന്. നമ്മുടെ ഡ്രൈവർ കുറച്ച് എക്സ്പെർട്ട് ഡ്രൈവറിനെ തോന്നി ഉഷാറിന്റെ ഫോണിൽ സംസാരിച്ചോണ്ട് എടുക്കുന്നുണ്ടായി. ഓനക്ക് മനസ്സിലായി ഇതെന്തായാലും പോകില്ല, കെട്ടിവലിക്കാൻ 2-3 ട്രൈ ചെയ്ത് ഫുള്ള് റിവേഴ്സ് ഫുള്ള് ബ്ലോക്ക് ആയിട്ട്. അവസാനം വണ്ടി തള്ളി മാറ്റിയിട്ട് ഏകദേശം എല്ലാവരും രക്ഷപ്പെട്ടു കേട്ടോ. പിന്നെ മുന്നിലുള്ള വണ്ടിയൊക്കെ സ്റ്റക്കായിരുന്നു. നമ്മുടെ പിറകിൽ ഒരുപാട് വണ്ടി സ്റ്റക്കായിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ കുഫ്രിയിലെ സ്പോട്ടിലെത്തി കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് ഒരു കുതിര സഫാരിയിലാണ് നമുക്ക് സ്നോൻ്റെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാൻ പറ്റുള്ളൂ. നടന്ന് പോകാൻ പറ്റില്ല. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ നമ്മൾ കുതിരയുടെ മുകളിലിരുന്നിട്ട് യാത്ര ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ സ്നോ ആക്ടിവിറ്റീസ് ഏരിയയിൽ എത്താൻ പോകുന്നത്. കുതിരയ്ക്ക് 500 രൂപയാണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. പിന്നെ കുതിര പ്ലസ് സൈറ്റ് സീയിങ് എന്ന് പറഞ്ഞിട്ട് 1000 രൂപ നമ്മുടെ അടുത്ത് ചാർജ് ചെയ്തിട്ടുണ്ട് ഒരാൾക്ക്. ടിക്കറ്റ് എടുത്തിട്ട് ഈ കാണുന്ന കുതിരപ്പുറത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകേണ്ടത്. നമ്മൾ ഒരാളായിട്ട് കയറാൻ പോവുകയാണ്. ലൈഫിലെ ആദ്യത്തെ ലോങ്ങസ്റ്റ് കുതിര ജേണി. തിരിഞ്ഞോക്ക് ടാറ്റാണെങ്കിൽ ഉമ്മ കണ്ണൂട്ടിട്ടല്ലേ ചിരിക്കി ഉമ്മ ചിരിക്കി. ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. കുറച്ച് അഡ്വഞ്ചറായിട്ട് തോന്നുമെങ്കിലും സംഭവം സേഫാണ്. പക്ഷേ ഇവർ നമ്മൾ പറ്റിച്ചോ എന്നൊരു സംശയമുണ്ട്. കാരണം 500 രൂപ മാത്രം കൊടുത്തായിരുന്നു. അപ്പോൾ സൈറ്റ് സീയിങ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും കാണണമെന്നില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പം 500 രൂപ മാത്രം എടുത്തിട്ട് കയറിയാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എക്സ്ട്രീം ചളിയിലേക്ക് പോകുന്നത്. നിങ്ങളുടെ നല്ല ഷൂവും അതുപോലെ തന്നെ ഡ്രസ്സൊന്നും ഇട്ടിട്ട് ഇങ്ങോട്ട് വരാതിരിക്കുക. അത്യാവശ്യം ചെളിയൊക്കെ തെറിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫോറസ്റ്റ് ഫീ എന്ന് പറഞ്ഞിട്ട് 50 രൂപ വേറെയും ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ നിന്ന് ഷൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അവിടെ നിർത്തിയിട്ടില്ല.
ആക്ച്വലി നമുക്കൊരു റബ്ബർ ഷൂ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അത്യാവശ്യം നമ്മുടെ ഷൂ ഒക്കെ നന്നായിട്ട് ചെളിയായിട്ടുണ്ട്. അങ്ങനെ കുതിരയ്ക്ക് ഡ്രൈവിങ് അറിയാവുന്നതുകൊണ്ട് കറക്റ്റ് സമയത്ത് നമ്മളിവിടെ എത്തി കേട്ടോ. ഫസ്റ്റ് തന്നെ 2 യാക്കിനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കുറേ കാലത്തെ ആഗ്രഹത്തിനൊടുവിൽ മഞ്ഞ് കിട്ടി സുഹൃത്തുക്കളെ. ഇപ്പം മഞ്ഞ് നമ്മുടെ കയ്യിലിട്ട് അമ്മാനാണ്. Zamo, ഐസ് Ready? 1, 2. ആദ്യമായിട്ട് ഐസ് നേരിട്ട് കാണുന്ന എക്സൈറ്റ്മെൻറ്റിൽ കുട്ടികളടക്കം എല്ലാവരും ഗ്ലൗസൊക്കെ ഊരിയിട്ട് ഐസിൽ കളിക്കാനും അതെടുത്ത് എറിയാനൊക്കെ തുടങ്ങിയിട്ടോ. അതിനുശേഷം കുട്ടികൾ ഭയങ്കര കരച്ചിലായി. അതിന് കാരണം നമ്മൾ ഗ്ലൗസൊക്കെ അഴിച്ചിട്ട് ഐസ് എടുക്കുന്ന സമയത്ത് കൈയൊക്കെ ഫ്രീസായിട്ട് അവർക്ക് വേദനിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അതിനെനിക്ക് ജമ്മുവിന് യാക്കിൻ്റെ മുകളിൽ കയറുന്ന ഭയങ്കര ആഗ്രഹം. പിന്നെ ഒന്നും നോക്കിയില്ല, യാക്കിൻ്റെ മുകളിലിട്ടിട്ട് ചെറുപറ 4-5 ഫോട്ടോസ് എടുത്തു. ജമ്മു ഹാപ്പി, യാക്കു ഹാപ്പി, യാക്കിൻ്റെ മുതലാളി ഹാപ്പി. ഇവിടുത്തെ യാക്ക്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നൊരു വൈറ്റ് മല കണ്ട അങ്ങ് ദൂരെ, അതാണ് കേട്ടോ ഹിമാലയ. ഇവിടുന്ന് ബൈ റോഡ് 300 കിലോമീറ്റർ കാണിക്കുന്നു. നമുക്കിടയിൽ 1-2 ആൾക്കാർ ഐസിൽ ഭയങ്കരമായിട്ട് സ്ലിപ്പായിട്ട് വീണു കേട്ടോ. നമ്മൾ മാത്രമല്ല, പല ആൾക്കാരും വീഴുന്നുണ്ട്. നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിൽ ഐസ് ഉറച്ചിട്ട് പെട്ടെന്ന് സ്ലിപ്പായി പോകുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. വീഴ്ചയിൽ നല്ല വേദനയും പറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണ് മാഗി നൂഡിൽസ്. അത് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. പക്ഷേ ഈ ഇതുപോലുള്ള ടൂറിസ്റ്റ് പ്ലേസിൽ നമ്മുടെ ചെറിയ മാഗി നൂഡിൽസിന് 70 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. നമ്മുടെ 10-15 രൂപയുടെ കുപ്പിവെള്ളത്തിന്, മാക്സിമം 20 രൂപ കൊടുക്കുന്ന കുപ്പിവെള്ളത്തിന് 30 രൂപ ഇവിടുന്ന് ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സാധനത്തിലൊക്കെ ഇവർ കൊല്ലുന്ന വില വാങ്ങിക്കുന്നുണ്ടെങ്കിലും ആൾക്കാർ ഒരുപാട് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല, ഇതേ നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. വേറെ ഷോപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ കിട്ടുന്ന 1-2 ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷൂ മാറ്റാത്തത് കൊണ്ട് നമ്മുടെ ഷൂവും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ നന്നായിട്ട് കച്ചറയായിട്ടോ. ഒരുപാട് ചളിയിലൂടെയാണ് ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഐസിലൂടെ നടക്കുമ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ചളിയാണ്. പിന്നെ മാത്രമല്ല ഇവിടുന്ന് താഴേക്ക് ഒരു ജിപ്സിയിൽ പോകണം. അതിന് ഇവർ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ട്. അത് ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അവിടുന്ന് ടിക്കറ്റ് താഴെ നിന്ന് തന്നത്, 1000 രൂപ വാങ്ങിച്ചിട്ട്. അപ്പോൾ അതും നമ്മൾ ചതിക്കപ്പെട്ടു. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് 500 രൂപ മാത്രം കൊടുത്താൽ മതി.
പിന്നെ ഹോഴ്സ് റൈഡിങ്ങിൻ്റെ പൈസ മാത്രം. പിന്നെ ഇവിടുന്ന് താഴേക്കുള്ള ജിപ്സിക്ക് അഡീഷണൽ 200 രൂപയോ 300 അവരെത്രയാണോ പറയുന്നത് അത് അവിടുന്ന് കൊടുത്താൽ മതി. രണ്ട് പാത്രങ്ങൾ ഈ റൈഡിനൊക്കെ എക്സ്ട്രാ ചാർജാണ് കേട്ടോ. നമ്മൾ പല ടൂറിസ്റ്റ് പ്ലേസിൽ പോകുമ്പോൾ പറ്റിക്കപ്പെടാതിരിക്കണം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പരമാവധി നോക്കും. എന്നാലും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നമ്മൾ പറ്റിക്കപ്പെടും. താഴേക്ക് വണ്ടി കിട്ടാത്തതുകൊണ്ട് നമ്മൾ പതുക്കെ നടന്നിട്ടാണ് കേട്ടോ താഴേക്ക് ഇറങ്ങുന്നത്. ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല താഴേക്ക് നടന്നിറങ്ങുന്നത്. കുത്തനെയുള്ള ഇറക്കവും ഐസും ഉള്ള പരിപാടിയാണ്. ഒട്ടും സേഫ് അല്ല. വണ്ടിയിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ നമ്മൾ താഴെ എത്തി. ഇവിടെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഓരോന്നൊക്കെയാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താഴത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ജിപ്സി എടുത്ത് മുകളിലേക്ക് പോകാട്ടോ. മുകളിലേക്ക് പോയിട്ട് വേണം വീണ്ടും കുതിരേൻ്റെ പുറത്ത് കയറിയിട്ട് നമ്മളെ പാർക്കിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഏകദേശം ഇവിടുത്തെ പരിപാടിയൊക്കെ അവസാനിച്ചു. ഇനി തിരിച്ചു വിടുകയാണ്. ഇവിടുത്തെ ജേണി എന്ത് അഡ്വഞ്ചറാണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അത്ര മോശം റോഡിലേക്ക് കൂടിയാണ് മുകളിലേക്ക് പോകേണ്ടത്. 4x4 വണ്ടി മാത്രമേ പോവുള്ളൂ. ഇതൊരു അഡ്വഞ്ചർ ജേണി തന്നെ കേട്ടാ. ഈ യാത്ര എന്തുകൊണ്ടാണ് അഡ്വഞ്ചർ ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ കുത്തനെയുള്ള കയറ്റത്തിന് ഉപരി മഞ്ഞിലേക്കൂടിയാണ് ഈ പോകുന്നത്. ഈ താഴെ കാണുന്ന ചെളിയൊക്കെ അതിനടിയിലൊക്കെ മഞ്ഞിൻ്റെ പാളിയലുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി നന്നായിട്ട് സ്ലിപ്പാവുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ മുകളിലെത്തി കേട്ടോ. ഇവിടുന്ന് വണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് നടന്നിട്ട് വേണം നമ്മുടെ കുതിരേനെ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് കുതിരേൻ്റെ മുകളിൽ 2 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം നമ്മുടെ ട്രാവലർ പാർക്ക് ചെയ്ത സ്ഥലത്തെത്താൻ. അതായത് നേരത്തെ കണ്ട ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം കണ്ടേ, അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പാർക്ക് ചെയ്ത് കുതിരേൻ്റെ അടുത്തെത്തി. എല്ലാവരും കുതിരപ്പുറത്ത് കയറിയിട്ടിന് താഴേക്ക് പോകേണ്ട പരിപാടിയിലാണ്. ഓൾ സെറ്റ്. അങ്ങനെ നമ്മൾ കുതിരപ്പുറത്ത് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടോ. നമ്മൾ വന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി അഡ്വഞ്ചറായിട്ട് ഇത് ഫീൽ ചെയ്യാൻ കാരണം ഇത് കുത്തനെയുള്ള കയറ്റം കയറിയിട്ടാണ് വന്നത്. ആ കയറ്റം ഇപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ കുത്തനെ താഴോട്ട് പോകുമ്പം ചെറിയൊരു പേടി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മുടെ കോട്ടേജിലേക്ക് തിരിച്ചെത്തി കേട്ടോ. ഈ കോട്ടേജ് ഒരു രക്ഷയില്ല. നല്ല ഒരു പോസിറ്റീവ് വൈബ് ഇടുന്നൊരു പ്രോപ്പർട്ടിയാണ്. ഇനി ഇവിടുന്ന് താഴെ കഫേയിൽ നിന്ന് പക്കോടിയും ചായയൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ടിരിക്കണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചെരുപ്പിൻ്റെ അവസ്ഥ, ഏകദേശം എങ്ങനെയൊക്കെയോ കഴുകിയിട്ട് ഇപ്പോൾ റൂമിൽ ഹീറ്റർ വെച്ചിട്ട് ഉണക്കേണ്ട പരിപാടിയാണ്. ഇനിയിപ്പോൾ നാളെ ഉണങ്ങി കിട്ടിയിട്ട് വേണം നാളത്തെ യാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്.
അപ്പോൾ എന്നാൽ ശരി, നമ്മൾ ചായയൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇനി നാളത്തെ പരിപാടി പ്ലാൻ ചെയ്യണം, നന്നായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ഫ്രം NMC Defender. ദിസ് ഈസ് നൗഫൽ. ബൈ. അടുത്ത വീഡിയോ ഉടൻ തന്നെ ഉണ്ടാവും കേട്ടോ.